إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്ത് ഭൂമിയിൽ കുഴപ്പം വിതക്കുകയും നാശം വിതക്കുകയും അതുപോലെ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്ത നാശകാരികളായ മനുഷ്യരും നടന്നും അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കുകയും അതേസമയം ആ പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസികളായി കൂടെ കൂടിയ ഉത്തമരായ ആ ജനതയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് പലപ്പോഴും വിശദീകരിച്ചു തരുന്നത്. നബിയുടെ കാര്യത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും, ആദ്യ സമൂദ് ഗോത്രങ്ങളുടെ കാര്യത്തിലും നമുക്ക് ദർശിക്കാൻ കഴിയും. മൂസ നബിയുടെ കാലത്തുള്ള ഫിർഔനിന്റെ ചരിത്രത്തിലും നമുക്കത് കാണാം. അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ അതിക്രമകാരികളും ഭൂമിയിൽ കുഴപ്പം വിതക്കുന്ന നാശം വിതക്കുന്ന ശത്രുക്കൾ അല്ലാഹു തആല ഒന്നടങ്കം നശിപ്പിക്കുകയും അതേസമയം പ്രവാചകന്മാരുടെ കൂടെയുള്ള അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഖുർആൻ നമുക്ക് ചരിത്ര വിശദീകരണമായി വിശദീകരിച്ചു നൽകുന്നത്. എന്നാൽ ഇന്നത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് ഈ സമുദായത്തിൽ സംഭവിക്കുന്നെന്താണ്? ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മത്തിനെ നീ ഒന്നടങ്കം നശിപ്പിക്കരുതേ അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അതേസമയം അല്ലാഹുവിന്റെ ഒരു വാക്ക് സ്ഥിരപ്പെടുകയും ചെയ്തു, ഇനി ഞാൻ ഒന്നടങ്കം ഈ സമുദായത്തെ നശിപ്പിക്കില്ല എന്ന്. അതിനാൽ നമുക്ക് പൊതുശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ്. അതിനാൽ അതിക്രമകാരികളായ ഭൂമിയിൽ കുഴപ്പം വിതക്കുന്ന നാശകാരികളായ ഭരണാധികാരികളെയും അതുപോലെ അക്രമകാരികളെയും അല്ലാഹു തആല അയച്ചുവിട്ടിരിക്കുകയാണ്. അവർ ഭൂമിയിൽ നിരന്തരം നാശങ്ങളും കുഴപ്പങ്ങളും വിതച്ചുകൊണ്ടേയിരിക്കും. അതേസമയം മുസ്ലിമീങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ നേരിടേണ്ടി വരും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാക്കപ്പെടും. അതുകൊണ്ട് നാം പരിപൂർണമായ ക്ഷമയോടുകൂടി അതിനെ നേരിടുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അതിന് തീരുമാനമെടുക്കും. ഖിയാമത്ത് നാളോടടുത്തുകൊണ്ട് മഹ്ദി ഇമാം രംഗപ്രവേശനം ചെയ്യുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഒരു വിജയമുണ്ടാകുകയും ചെയ്യുമെന്നൊക്കെ ഹദീസിൽ വന്നിരിക്കുന്നു. അല്ലാഹു അതുപോലെ നമുക്ക് ഈ സമയം നമുക്ക് നീട്ടിത്തന്നിരിക്കുകയാണ്. ആ നീട്ടിത്തന്നതിലുള്ള ആ സമയം നീട്ടലുള്ള ആശങ്ക നാം പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നഹും മുർതകിബൂൻ, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്ന.